നമസ്കാരം. നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ആപ്ലിക്കേഷനെ കുറിച്ചൊരു വീഡിയോ ചെയ്തു. RBI ഗൈഡ് ലൈൻ അനുസരിച്ച് പ്രവർത്തിക്കുന്ന പേ ലേറ്റർ ആപ്പാണ്. പേര് ഞാനിപ്പോൾ പറയാം, മൊബൈക്വിക്ക് എന്നാണ്. പേര് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, ഇവർ ചെയ്യുന്ന ലീഗലി അല്ല, ഇല്ലീഗലായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ പേര് പറയുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. മൊബൈക്വിക്ക് എന്നാണ് ആപ്പിന്റെ പേര്. പക്ഷേ ഇവർ ഈ ഭീഷണി മെസ്സേജ് അയക്കുമ്പോൾ അവിടെ മലയാളത്തിൽ മൊബൈക്വിക്ക എന്ന് പറഞ്ഞിട്ടാണ് അടിക്കുക. ലീഗൽ നെയിം കൊടുക്കത്തില്ല. കാരണം ലീഗൽ നെയിം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കൊടുത്തേക്കുന്ന ഏജൻസിയുടെ ലൈസൻസ് കട്ട് ചെയ്ത് കളയും. പിന്നെ ഈ മാതിരി ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ ഇവർക്ക് ഈ പണം പിരിച്ചെടുത്തുകൊണ്ട് അതിൽ കമ്മീഷൻ അടിക്കാനോ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് മൊബൈക്വിക്ക എന്ന് പറഞ്ഞുകൊണ്ട് അടിക്കുന്നത്. നീ നാളെ മൊബൈൽ ചുക്ക എന്നൊക്കെ പറഞ്ഞാൽ അടിക്കുന്നത്. അങ്ങനെ അവന്മാരെ പേര് മാറ്റിക്കൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെയൊക്കെ മാറ്റുന്നൊക്കെ പോട്ടെ, ഇതൊക്കെ പോട്ടെ. വേറൊരു കോമഡി ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മൊബൈൽ നമ്പർ വെച്ചുകൊണ്ട്, ഞാൻ പബ്ലിഷ് ചെയ്ത മൊബൈൽ നമ്പർ, യൂട്യൂബിൽ പബ്ലിഷ് ചെയ്ത മൊബൈൽ നമ്പർ വെച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പെണ്ണിൻ്റെ പേരിൽ ID ഉണ്ടാക്കിയിട്ട് കുറേ അവന്മാരെ കൊണ്ട് മെസ്സേജ് അയപ്പിച്ചിട്ടുണ്ട്. ഞാൻ സ്ക്രീൻഷോട്ട് കാണിക്കാം കേട്ടോ. ഒരുത്തൻ ചോദിച്ചേക്കുന്നത് കോയമ്പത്തൂർ പ്രോസ്റ്റിറ്റ്യൂട്ടിന് നമ്പർ ഉണ്ടോ സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒഫീഷ്യലായിട്ട്. ഒന്നെങ്കിൽ ഇവന്മാരെ നമ്മളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി. എങ്ങനെയാണെന്നറിയാമോ, ഞാനിങ്ങനെ മെസ്സേജ് വരുമ്പോൾ അയ്യോ എൻ്റെ നമ്പർ മൊത്തം പബ്ലിഷ് ആയല്ലോ, ഞാൻ മോശമായ രീതിയിൽ ചിത്രീകരിക്കപ്പെടുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേടിക്കുമെന്ന് കരുതി നമ്പർ മാറ്റുമെന്നൊക്കെ കരുതിയാണ്. കോപ്പാണ്. നിങ്ങൾക്ക് ഞാൻ നല്ല വഴികൾ പറഞ്ഞുതരാം. ഫേസ്ബുക്കിൽ ഇങ്ങനെ നമ്പർ പബ്ലിഷ് ചെയ്തുകൊണ്ട് ഇടല്ലേ, ഇട്ട് കഴിഞ്ഞാൽ ആ ID ബ്ലോക്കായി പോകും. തമാശ പറയുന്നതല്ല. നിങ്ങൾ ചെയ്യേണ്ടത്, ഡേറ്റിംഗ് ആപ്പുകളിൽ ഡേറ്റിംഗ് സൈറ്റുകളൊക്കെ ഉണ്ട്, അതിൽ ഈ നമ്പർ കൊണ്ടിട്ട് ഒരു പെണ്ണിന്റെ പേരുണ്ടാക്കിയിട്ട് കുറേ പേരെങ്കിൽ മെസ്സേജ് അയക്കട്ടെ. അയക്കുന്നവർക്ക് വേറെ പണി കൊടുക്കുക, അത് വേറെ കാര്യം. ഈ 3 എണ്ണം എന്നെ ബ്ലോക്ക് ചെയ്ത് പോയി. ഞാൻ രീതിയിൽ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുത്തൻ പെട്ടെന്ന് കാല് പിടിക്കുമായിരുന്നു. സോറി സാർ, എനിക്കിങ്ങനെ നമ്പർ കിട്ടിയ. ഞാൻ പറഞ്ഞു, നീ അത് അയക്കി, സ്ക്രീൻഷോട്ട് അയക്കി, അല്ലെങ്കിൽ നിന്റെ പേരിൽ കംപ്ലൈൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അവനെ പേടിപ്പിച്ച് അവൻ ഓടി വഴിക്ക് പുല്ല് പോലും മുളച്ചിട്ടില്ല. അങ്ങനെ കുറേ ഇങ്ങോട്ട് അയക്കട്ടെ, ആ സൂക്കട് നമുക്ക് മാറ്റി കൊടുക്കാം. എനിക്കത് ഇഷ്ടമാണ്. കാരണം ഇങ്ങനെയുള്ള പെണ്ണുങ്ങളുടെ പുറകെ നടന്ന നമ്പറും തപ്പി നടക്കുന്നവന്മാർ ഇങ്ങോട്ട് മെസ്സേജ് അയക്കട്ടെ, അതിന് വേണ്ടി നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ചെയ്യും. നിങ്ങൾ ഈ ഡേറ്റിംഗ് സൈറ്റിലൊക്കെ കൊണ്ടുപോയിട്ട് സർവീസ് എന്നൊക്കെ പറഞ്ഞ നമ്പർ കൊടുക്കാം. അവരങ്ങനെ ചോദിച്ചു, സർവീസ് ഉണ്ടോ സാർ, പ്രോസ്റ്റിറ്റ്യൂട്ട് സർവീസ് ഉണ്ടോ കോയമ്പത്തൂർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് സർവീസ് അല്ല, അവന് നല്ലൊരു സംഭവം ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് കാരണം എന്നെ ബ്ലോക്ക് ചെയ്ത് ഓടിയിട്ട് പോയി, കാലൊക്കെ പിടിച്ചുകൊണ്ട്. അപ്പോൾ ഇതൊന്നും കിട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസം 12,000 മെസ്സേജ് എൻ്റെ ഫോണിൽ വന്നാലും വാട്സപ്പിൽ വന്നാലും എനിക്ക് ഒരു കോപ്പുമില്ല. ഞാൻ ഈ നമ്പർ യൂട്യൂബിൽ തട്ടിപ്പുകാർക്കെതിരെ വീഡിയോ ചെയ്യുമ്പോൾ അതിന് അടി കൊണ്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് അത് അത്രയും ധൈര്യം ഉള്ളതുകൊണ്ട് തന്നെയാണ്. എനിക്കറിയാം ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ നമ്പറാണ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ പലവന്മാരും ഉടുക്കുകൂട്ടി പേടിപ്പിക്കും, നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ആ നമ്പർ കൊടുത്തിട്ടുള്ളത്. അതിലിനി എത്ര മെസ്സേജ് വന്നാലും എൻ്റെ മോർഫ് ചെയ്ത പടം ഇട്ട് പബ്ലിഷ് ചെയ്താലും എനിക്ക് ഒരു കോപ്പുമില്ല. ഇതിനെതിരെ ഞാൻ പറയുകയും ചെയ്യും. ഇമാതിരി ഉടായ്പ് കാണിക്കുന്നത് ആ ലേഡിയില്ല, മൊബൈൽ ചുക്ക എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിൻ്റെ ഫോട്ടോ കിട്ടിയവരെ ഞാൻ അതിനകത്ത് ഇടും. കാരണം അത്രയും സ്ട്രോങ് ആയിട്ട് ഞാൻ പറയുന്നത്. എനിക്ക് അതിൽ യാതൊരു ഭയമില്ലാത്ത കാര്യമാണ്. കേസൊക്കെ വേറെ. ഇപ്പോൾ പുരുഷ കമ്മീഷന് വേണ്ടി രാഹുൽ ഈശ്വരൊക്കെ നടക്കുന്നില്ല, ഇതൊക്കെ ഇതുകൊണ്ടാണ്. ഈ പെണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണിനെ വെച്ചുകൊണ്ട് മുതലെടുക്കുന്ന കുറേ കമ്പനികളുണ്ട്. അതാണ് ഈ മൊബൈൽ ചുക്ക. നിങ്ങൾ ഇതിനകത്ത് കംപ്ലൈന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിലും കേസ് എടുക്കുമെന്നൊക്കെ പറഞ്ഞ് തേർഡ് റേറ്റ് ഭീഷണി അയക്കുക. ലോൺ അടയ്ക്കാത്ത ആൾക്കാരുടെ കോൺടാക്ട്സിലേക്ക് അയക്കുന്നു. നാണമില്ല നിങ്ങൾക്ക്? ഡെയിലി 100-300 രൂപ വെച്ച് പിടിക്കുന്നുണ്ടല്ലോ, അതെടുത്ത് ഞണ്ണിയാൽ പോരെ ഈ മൊബൈൽ ചുക്കയുടെ ചേച്ചിമാർക്ക്? സാലറി കിട്ടുമല്ലോ നിങ്ങൾക്ക്. അല്ലാതെ ഇവര് ഓസിന് കൊടുക്കുന്നൊന്നുമല്ലല്ലോ. ഇപ്പോൾ ഒരു ദിവസം മഴ കഴിഞ്ഞാൽ 500 രൂപയും 300 രൂപയും 400 രൂപയ്ക്കാണ് കയറി വരുന്നത്. ഇത് മൊത്തം ഇവർ തന്നെ അടയ്ക്കണം. അപ്പോൾ ആ വിക്ടിമിന്റെ കേസിൽ പറഞ്ഞ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ലാസ്റ്റ് മന്ത് വരെ കൃത്യമായിട്ട് അടച്ചിരുന്നതാണ്. ഇത് വൈകിട്ട് ആകെ 10 ദിവസമായിട്ടേ ഉള്ളൂ, 10-15 ദിവസമായിട്ടേ ഉള്ളൂ. അതിനാണ് ഈ ചുക്ക കമ്പനിക്കാർ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. മൊബൈൽ ചുക്ക ഒന്ന് ആലോചിച്ച് നോക്ക്. അതിൽ കുറേ സിംഗിടികൾ ഇതുപോലെ വിളിക്കാനും. അവളുടെയൊക്കെ ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പബ്ലിഷ് ചെയ്യും. നിങ്ങൾ എൻ്റെ നമ്പർ കൊണ്ടുപോയിട്ട് മറ്റേ ഫേസ്ബുക്കിൽ പ്രൊഫൈൽ ഉണ്ടാക്കുക, മറ്റേ സൈറ്റുകളിൽ പ്രൊഫൈൽ ഉണ്ടാക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഫോട്ടോ വെച്ച് മോർഫ് ചെയ്ത് ഉണ്ടാക്കുക, നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ലീഗലി വാ, അപ്പം നമുക്ക് നോക്കാം. ലീഗലി വന്നാൽ അത് നേരിടേണ്ട രീതി എങ്ങനെയാണെന്ന് എനിക്കറിയാം. അല്ലാണ്ട് ഈ ഒളിഞ്ഞിരുന്നുകൊണ്ട് ഗ്രീഷ്മ എന്ന് പറഞ്ഞ പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് ഇപ്പം വിളിക്കുക, എന്നെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചും കൊണ്ട് ഈ ഒളിഞ്ഞിരുന്നുകൊണ്ട് ഒരുമാതിരി എന്താ പറയുക, ഭീരുക്കളെ പോലെ പെരുമാറാതെ പുറത്തിറങ്ങി വാ. നിങ്ങൾ എന്തിനാ ഭയക്കുന്നേ? നാണക്കേടല്ലേ ഇത്? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും വലിയ ധൈര്യത്തിൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യ്, പോയി കംപ്ലൈൻറ്റ് കൊടുക്ക്, ഞങ്ങൾക്കൊരു വിഷയമല്ല, ഞങ്ങൾ അറിയാണ്ട് അയച്ചതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒളിഞ്ഞിരുന്ന് മറ്റേ പ്രൊഫൈലിൽ പോയി ഫേസ്ബുക്കിൽ പോയി മറ്റേ ഗ്രീഷ്മ എന്നും രേഷ്മ എന്നും സൂര്യ എന്നും ആര്യ എന്നൊക്കെ പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് എൻ്റെ നമ്പറും കൊടുത്ത് എന്നെ പേടിപ്പിക്കാമെന്ന് വിചാരിച്ചോ? നിങ്ങൾ അങ്ങനെ പേടിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിച്ചോ? നിങ്ങളല്ല, നിങ്ങൾ അപ്പുറമുള്ള ടീമിനെ പെരുമാറിയിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്നിട്ട് എൻ്റെ വീഡിയോയുടെ താഴെ എൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഭവിഷ്യത്ത് എന്താവും എനിക്ക് നന്നായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്പർ കൊടുക്കുന്നത്. അതൊരിക്കലും ഞാൻ കളയില്ല നമ്പർ. അതിനകത്തുനിന്ന് ഒരുപാട് ലീഗൽ സപ്പോർട്ടും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുമുണ്ട്. മനസ്സിലായില്ലേ?
അപ്പോൾ ഏത് മൊബൈൽ ചുക്ക ആയാലും ശരി, മൊബൈൽ ക്യുക്ക ആയാലും ശരി, നിങ്ങൾ ലീഗൽ നെയിം അയക്കാതെ, ലീഗൽ നെയിം ഇടാതെ ഇങ്ങനെ വാട്സപ്പിലൊക്കെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ അതിനെതിരെ നടപടി ഉണ്ടാവില്ല ഒന്നും കരുതിയിട്ട് നിൽക്കേണ്ട. നിങ്ങളുടെ ലീഗൽ നെയിം എന്താണെന്നുള്ളത് ഞാൻ പബ്ലിഷ് ചെയ്തുതരാം. മൊബൈൽ ക്യുക്ക്. ആ ടോക്കിനകത്ത് ഞാൻ ചോദിക്കുന്നുണ്ട്, മൊബൈൽ ക്യുക്ക് എന്ന് പറയുന്ന ലോൺ ആപ്പ് കമ്പനിയാണോ എന്ന് ചോദിക്കുമ്പോൾ അവർ അതേ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ആ ക്ലിപ്പ് ഒന്ന് കേൾക്കുക. ഫസ്റ്റ് അവിടെ വന്നിട്ട് കൊല്ലാം കത്തി കൊണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്, ഇത് സംഭവം എന്താ, സ്കീം എന്താ ഇത്? നിങ്ങൾ അവരോട് ചോദിച്ചോളൂ. ആരോട് ചോദിക്കുന്ന? അപ്പൊ ഈ നമ്പറിൽ നിന്നാണല്ലോ മെസ്സേജ് വരുന്നത് വാട്സപ്പില്. നിങ്ങളല്ലേ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നത്? അപ്പൊ അതെ ആണ്. അത് എന്ത് അധികാരത്തിലാണ് നിങ്ങൾ ഈ ഫസ്റ്റ് അവിടെ വന്നിട്ട് കൊല്ലാം കത്തി കൊണ്ടെന്നൊക്കെ അയക്കുന്നത്? നിങ്ങൾ RBI അപ്രൂവ്ഡ് ആണോ ഈ ലോൺ ആപ്പ്? അതെ ആണ്. ഈ RBI അപ്രൂവ്ഡ് ലോൺ ആപ്പിനകത്ത് ഫസ്റ്റ് അവിടെ വന്നിട്ട് കൊല്ലാം കത്തി കൊണ്ട് എന്ന് അയക്കാൻ എന്ത് യോഗ്യത നിങ്ങൾക്കുള്ള, എന്ത് പവറാ നിങ്ങൾക്കുള്ള? പവർ ഉള്ളത് കൊണ്ടാണല്ലോ അയക്കുന്നത്. അങ്ങനെ പവർ ഉണ്ടോ? അവിടെ വന്ന് കത്തി കൊണ്ട് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്താനുള്ള പവർ നിങ്ങൾക്കുണ്ടോ? അല്ല, ഇങ്ങനെ ഒരു വ്യക്തിയെ വെച്ചു ഇത് സീരിയസ് ആക്കി എടുക്കാൻ പോയി സാധനം. നാളെ വാർത്തയിൽ വരും ഇത്. ഓ, നിങ്ങളെ വാർത്തയിലോ ന്യൂസ് പേപ്പറിലോ ഇട്ടോളൂ. നമുക്കത് ഇവിടെ അല്ല, ഞാനത് അതിനായിട്ട് ആധികാരികമായിട്ട് വിളിച്ചു ചോദിക്കുകയാണ്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് വന്ന പ്രശ്നമാണോ അറിയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. അബദ്ധം പറ്റിയാണോ അറിയാൻ വേണ്ടി വിളിച്ചത്. നിങ്ങളുടെ നമ്പർ വെച്ച് ഒരിക്കലും അബദ്ധമല്ല. കത്തി കൊണ്ട് കുത്തും എന്ന് പറഞ്ഞത് അബദ്ധമല്ലല്ലോ അല്ലേ? മൊബൈൽ ക്യുക്ക്, MOBIKWICK, മൊബൈൽ ക്യുക്ക് എന്ന് പറഞ്ഞ ആപ്പാണ്. അതിൽ RBI അപ്രൂവ്ഡ് ആണ് നിങ്ങൾ പറയുന്നു. കത്തി കൊണ്ട് കുത്തും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ലോൺ എടുത്ത വ്യക്തിക്ക് മെസ്സേജ് അയക്കുന്നു വാട്സപ്പിൽ. ഇത് ഇത്രയും കറക്റ്റ് ആണല്ലോ, തെറ്റ് പറ്റിയിട്ടില്ലല്ലോ. അപ്പൊ ഈ മൊബൈൽ ക്യുക്ക് എന്ന് പറയുന്ന കമ്പനിക്ക് അത് വർക്ക് ചെയ്യുന്ന ഒരു മലയാളി ആയിട്ടുള്ള ഈ സ്ത്രീ മൊബൈൽ ചുക്കാന്നോ മൊബൈൽ ക്യുക്കാന്നൊക്കെ പറഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാരെ മണ്ടന്മാരാക്കാന്ന് കരുതണ്ട. അതൊരു ലീഗൽ നെയിം അല്ല എന്ന് കരുതിയിട്ട് നിങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകാതിരിക്കാൻ പോകുന്നില്ല. ഇതിനപ്പുറമുള്ള നിങ്ങളെയൊക്കെ ഈ ലീഗലായിട്ടുള്ള RBI ഗൈഡ് ലൈൻ അനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് അണ്ടറിൽ വർക്ക് ചെയ്യുന്നവരല്ലേ. നിങ്ങൾ ഇത്രയും അഹങ്കാരം കാണിക്കണ്ടെന്നേ. തട്ടിപ്പ് കാണിച്ച് IP അഡ്രസ്സും മാറ്റിയിട്ട് ഏതെങ്കിലും കോണിൽ പോയി ഇരുന്നവന്മാർ നീ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞാൽ അതൊരു അന്തസ്സുണ്ട്. അപ്പം ഞാൻ ഈ പരിപാടി കാണിച്ചവരോട് പറയാൻ പോകുന്ന കാര്യം എന്താ അറിയോ? അയ്യോ എൻ്റെ നമ്പർ കൊണ്ടിട്ട് പ്രൊഫൈൽ ഇടല്ലേ, എനിക്ക് സ്ഥിരം മെസ്സേജ് വന്നാൽ നമ്പർ മാറ്റേണ്ടി വരും, അയ്യോ സോറി എന്നൊക്കെ പറയുന്നതായിരിക്കും. കോപ്പാണ്. നീ എവിടെ വേണമെങ്കിലും കൊണ്ടിടാ എടാ, അല്ലെങ്കിൽ എടി. കാരണം ഈ മൊബൈൽ ചുക്ക എന്ന് പറയുന്നത് ലേഡി സ്റ്റാഫാണല്ലോ. അവരൊക്കെയാണ് ഈ പരിപാടിക്ക് നിൽക്കുന്നത്. അവരെ ബോസുമാർ കുറേ എണ്ണമുണ്ട് ഇതുപോലെ. നിങ്ങൾ എന്ത് പറഞ്ഞിട്ടാണെങ്കിലും അങ്ങോട്ട് മേടിക്കും, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയും. അവസാനം നിങ്ങളുടെ ലൈസൻസ് കട്ടാകുകയും ചെയ്യും. എന്ത് ലൈസൻസ്? ഈ പൈസ പിരിക്കാനുള്ള ലൈസൻസ്. അപ്പോൾ മേലോട്ട് നോക്കിയിരുന്നിട്ട് കാര്യം ഉണ്ടാവില്ല. ഈ സിംഗടികളൊക്കെ ഇറങ്ങിപ്പോവും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, മൊബൈൽ ക്യുക്ക് എന്ന് പറയുന്ന കമ്പനി ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു നടപടി നിങ്ങൾ എടുത്തില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ പണി കിട്ടുമെന്നുള്ളത്. ഈ 1-2 കേസുകളൊന്നുമല്ല. മൊബൈൽ ക്യുക്ക എന്നും പറഞ്ഞുകൊണ്ട് ഇതുമാതിരി ഒരു സ്ത്രീ ഭയപ്പെടുത്തുന്ന ഭീഷണിപ്പെടുത്തുന്ന മെസ്സേജുകൾ ഒരു 4-5 കേസുകൾ എൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്. ഇന്ന വ്യക്തി പേയ്മെന്റ് അടച്ചിട്ടില്ല, മുങ്ങി നടക്കുകയാണ്, നിങ്ങൾ കേസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേരിലും കേസ് വരും, നിങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇത് എടുത്തേക്കുന്ന ലോൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെയൊന്നും RBI ഗൈഡ് ലൈൻ ഇല്ല. ഈ ഊച്ചാളി സ്റ്റാഫുകളൊന്നും മനസ്സിലാക്കുക. ഈ 10 നക്കാപ്പിച്ചിനും വേണ്ടി അവിടെ പോയിരുന്നു കോൾ സെന്ററിൽ പോയിട്ട് ഇതുമാതിരി തെമ്മാടിത്തരം കാണിക്കുന്ന സ്റ്റാഫ് മനസ്സിലാക്കുക. അങ്ങനെ റൂളില്ല. ഇനി ഇങ്ങനെയുള്ള മെസ്സേജുകൾ കിട്ടുന്നവർ മനസ്സിലാക്കുക. അവർ ജസ്റ്റ് ഒരു ഓക്കെ അടിച്ചേക്കുക, ബ്ലോക്ക് ചെയ്ത് വിടുക, അവരെ മൈൻഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾ ആരെങ്കിലും മൊബൈൽ ക്യുക്ക് എന്ന് പറയുന്ന ലോൺ ആപ്പിൽ നിന്ന് പൈസ എടുത്തിട്ട് ഇതുമാതിരി ലേഡി സ്റ്റാഫോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചിട്ട് മറ്റുള്ളവർക്ക് ഫ്രണ്ട്സിനോ സുഹൃത്തുക്കളോ ഈ മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവരുടെ അടുത്ത് പറയുക, അങ്ങനെ ഒരു ലീഗൽ ആക്ഷൻ ഇല്ല, ലീഗാലിറ്റി ഇല്ല, അവർ ഭയപ്പെടുന്നതാണ്, നിങ്ങൾ വേണ്ട 2 തെറി പറഞ്ഞ് അവരെ ബ്ലോക്ക് ചെയ്ത് വിട്ടോ എന്ന് പറയാം. അപ്പം നമ്മളൊന്ന് പേടിപ്പിച്ചപ്പോൾ അവിടെ നിന്നവർ ഇപ്പോൾ ഒരു അനക്കവും ഇല്ല. ഈ പറഞ്ഞ വിക്ടിമിന് ഒരു മെസ്സേജ് പോലും പിന്നെ പോയിട്ടില്ല. അത്രയേ ഉള്ളൂ കാര്യം. പിന്നെ ലോൺ എടുത്താൽ തിരിച്ചടയ്ക്കണം, അടയ്ക്കേണ്ടെന്നല്ല പറയുന്നത്. ഈ മൊബൈൽ ക്യുക്ക് എന്ന് പറയുന്ന കമ്പനി പേ ലേറ്റർ കമ്പനിയാണ്. അതിനകത്ത് ലോൺ എടുത്തു കഴിഞ്ഞാൽ അവർ ഓരോ ദിവസവും അല്ലെങ്കിൽ ഇന്ന കാലയളവ് വെച്ചിട്ട് അവർ പേയ്മെന്റ് കൂട്ടി കൊണ്ടുവരുന്നുണ്ട്. അതും കൂട്ടിയാണ് ഈ കസ്റ്റമർ അടയ്ക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഇരിക്കെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാഫിനെ കൊണ്ട് വിളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ സാർ എന്ന് അഭിസംബോധന ചെയ്ത് ഇന്ന ദിവസം പേയ്മെന്റ് അടയ്ക്കണം, ഇന്ന ദിവസം പേയ്മെന്റ് അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത്ര പെനാൽറ്റി വരും, അത് സാർ അടയ്ക്കേണ്ടി വരും എന്ന് പറയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. അത് RBI തന്നിട്ടുണ്ട്. അല്ലാതെ ഇവൻ പേയ്മെന്റ് അടച്ചിട്ടില്ല, ഇത്ര കാലം മുങ്ങി നടക്കുവാണ്, നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പേരിലും കംപ്ലൈന്റ് എടുക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ പരിപാടി ഉണ്ടല്ലോ, അതങ്ങ് ചുരുട്ടിക്കൂട്ടി കൈ വെച്ചാൽ മതി. അങ്ങനെയൊന്നും ആരും പേടിപ്പിക്കാന്ന് കരുതണ്ട. മനസ്സിലായില്ലേ? ഇത് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഈ രീതിയിലുള്ള തേർഡ് റേറ്റ് ആയിട്ടുള്ള ഭീഷണിപ്പെടുത്തുകൾക്കെതിരെ ഞാൻ മാക്സിമം വീഡിയോ ചെയ്യുകയും ചെയ്യും, മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഗ്രീഷ്മ രേഷ്മ പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് 2 പടമൊക്കെ വെച്ച്, പെണ്ണുങ്ങളുടെ പടമൊക്കെ വെച്ച് അതിന് താഴെ കോൾ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ നമ്പർ കൊടുക്ക്, 8075811884. മനസ്സിലായോ? കൊടുക്ക്. എന്നിട്ട് എന്താ വരും നമുക്ക് നോക്കാമല്ലോ. ശരി, ബൈ.